രാഹുൽ മാങ്കുടത്തിലിന്റെ തലയ്ക്കുമീതെ തൂങ്ങുന്നത് ഡെമോക്ലീസിന്റെ വാളാണ്. അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ സാക്ഷ്യം ഒന്നൊന്നായി അത് വെളിപ്പെടുത്തുന്നു. എത്രയോ സ്ത്രീകളുടെ കണ്ണീരിന്റെ ഉപ്പും നെഞ്ചിന്റെ നോവും കൊണ്ട് അത് സ്വയം രാഗി മൂർച്ച കൂട്ടി കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുലെ ആ വാൾ നിങ്ങളുടെ ദുഷിച്ച നെഞ്ചിൽ ആഴ്ന്നിറങ്ങും. ദുഷിപ്പിന്റെ കറപുരണ്ട അയാളുടെ ചോര പതിച്ചാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസെ നിങ്ങൾ ചീഞ്ഞു നാറും. അതിനായാണോ കോൺഗ്രസെ ഒരു പാപിക്ക് സംരക്ഷണമൊരുക്കി നിങ്ങൾ കാത്തിരിക്കുന്നത്? മറ്റൊരു പാർട്ടിയും എടുക്കാത്ത നടപടിയെടുത്തുന്ന സംഘഗാനം പാടുന്ന നേതാക്കളെ, നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ ഇങ്ങനെ മറ്റൊരുവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ജാമ്യം കിട്ടുകയോ വെറുതെ വിടുകയോ തൂക്കിലേറ്റുകയോ ചെയ്യട്ടെ, നാളെ എന്ത് നടന്നാലും ഒരു കാര്യം ഇന്നേ അടിവരയിടാം: അയാൾ ഈ സമൂഹത്തിന് അപകടമാണ്, തലമുറകൾക്ക് ഭീഷണിയാണ്, പൊതുപ്രവർത്തനമെന്ന വാക്കുമിണ്ടാൻ യോഗ്യതയില്ലാത്തവനാണ്. കൂട്ടത്തിലുള്ളവർ മുന്നറിയിപ്പ് തന്നിട്ടും എന്തിനാണ് ഷാഫി നിങ്ങൾ അയാളെ ഈ നാടിന്റെ തലയിൽ കെട്ടിവെച്ചത്? പാപത്തിന്റെ പങ്കു പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് അയാളെ ചിറകിനടിയിൽ കാക്കുന്നത്? നമ്മൾ കണ്ടത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെങ്കിൽ അതിന്റെ ആഴവും വ്യാപ്തിയും അറിയാവുന്ന കോൺഗ്രസെ, പരാതിയില്ലെന്ന നടപടിയെടുത്തുന്ന തമാശ നിങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. വേട്ടക്കാരനൊപ്പം ഓടുമ്പോഴും സമൂഹത്തെ ഭയന്നു മാത്രം ഇരയ്ക്കൊപ്പം കരയുന്ന കോൺഗ്രസ് നേതാക്കളെ, നിങ്ങളും രാഹുലിനോളം കുറ്റക്കാരാണ്. ഇന്നീ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ: VPP മുസ്തഫ CPIM-ൽ നിന്നും, സജ്ജന ബി സാജൻ യൂത്ത് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് L ലാൽകുമാർ ഇടത് നിരീക്ഷകൻ, MA ഷഹനാസ് കോൺഗ്രസ് പ്രവർത്തക, ഒപ്പം തന്നെ അവർ സാഹിത്യകാരി കൂടിയാണ്. ഇത്രയും അതിഥികളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായി ചേരുന്നവർ. ആദ്യം ഞാൻ സജ്ജനയിലേക്ക് പോകുകയാണ്. സജ്ജന, വലിയൊരു സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അറിയാവുന്ന ബോധ്യങ്ങളുടെ പേരിൽ നേതൃത്വത്തിനടക്കം പരാതി കൊടുത്ത ആളാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ. പിന്നീടും ഒരു കൂട്ടം നേതാക്കൾ പരസ്യമായി തന്നെ രാഹുൽ പാർട്ടിക്ക് പുറത്തു പോകണം, MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് ആവർത്തിക്കുന്നതും ഈ സമൂഹം കേട്ടു. പക്ഷേ സജ്ജന, രാഹുൽ മാങ്കുടത്തിലിനെ പോലൊരാൾ അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയമേവ പുറത്തു പോകുമെന്ന് കരുതി കാത്തിരിക്കാൻ ഇനിയും നമ്മൾ വിഡ്ഢികളല്ലല്ലോ. അപ്പോൾ അവിടെ നടപടിയെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇനിയും അതിനെ മടിക്കുന്നത്? ഈ ചോദിച്ചതിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിമിഷം പോലും രാഹുൽ മാങ്കുട്ടത്തിലിനെ പോലൊരു വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതുവരെ മടിച്ചു നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയുമായി പാർട്ടി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. ഇന്നത്തെ ദിവസം തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇനിയും ഏതാനും മണിക്കൂറുകൾക്ക് അകം, ഇനി 4 മണിക്കൂർ നമുക്ക് സമയം മുന്നിലുണ്ട്. ഇത്രയും മണിക്കൂറുകൾക്കകം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ പാർട്ടി കർശനമായ നടപടി, ഇതുവരെ സ്വീകരിച്ചിരുന്ന ഒരു സസ്പെൻഷൻ എന്നുള്ളതിൽ നിന്ന് ഡിസ്മിസലിലേക്ക് അത് മാറുകയും കോൺഗ്രസ് പാർട്ടി നൽകിയ MLA എന്ന കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ MLA ആയ ആ MLA എന്ന 3 അക്ഷരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനായി കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള താങ്കൾ പറയുന്നത് അങ്ങനെ ഉണ്ടാകണമെന്നുള്ള താങ്കളുടെ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ നേതൃത്വത്തിൽ നിന്നും ഇതുവരെ താങ്കൾക്ക് അത്തരം സൂചനകൾ ലഭിക്കുമല്ലോ സ്വാഭാവികമായും, ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നതരായ നേതാക്കൾ, ഈ തീരുമാനം എടുക്കേണ്ട നേതാക്കൾ തന്നെ കൃത്യമായ രീതിയിൽ അറിയിപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കുട്ടത്തിലിനെ പുറത്താക്കുമെന്നുള്ള കാര്യം ഇത്രയും വ്യക്തവും ശക്തവുമായ ഭാഷയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അതായത് അല്പസമയത്തിനകം നമുക്കത് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഉച്ചയോടുകൂടി. അപ്പോൾ ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുകയായിരുന്നു. ആ വാർത്താ സമ്മേളനം വാസ്തവത്തിൽ രാഹുലിനെതിരായ നടപടി പ്രതീക്ഷിച്ചാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണത്തിൽ കൂടുതൽ സണ്ണി ജോസഫ് ഒന്നും നടത്തിയില്ല. അപ്പോൾ പിന്നീടുള്ള ഈ മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു സജ്ജന, അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിക്കാൻ? അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നത് ശരിയാണ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കാര്യം സംസാരിക്കാനാണ് എന്ന് തെറ്റിദ്ധരിച്ചത് മാധ്യമങ്ങളുടെ കുഴപ്പമായി ഞാനിതിനെ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ 11:30 നിങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. അത് ഒരിക്കലും രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയമാകണമെന്നില്ലല്ലോ. അദ്ദേഹത്തിന് പറയേണ്ടതായ കാര്യങ്ങൾ, പാർട്ടിയുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ല. അത് പാർട്ടി തന്നെ തീരുമാനിക്കും പാർട്ടിയിൽ എന്ത് നടത്തണം, എപ്പോൾ നടത്തണം എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും വൈകില്ല. രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ നടപടിക്രമങ്ങൾ
വൈകിപ്പിക്കില്ല എന്നുള്ളത് ഞാൻ ഉറപ്പു തരുന്നൊരു കാര്യമാണ്. എനിക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ശരി സജന, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടിൽ ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്തായാലും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ നടപടി അത് ഉണ്ടാകുമെന്നുള്ളത് കാത്തിരിക്കാം. എൻ ലാൽകുമാർ, സജന പറയുന്നത് കേട്ടല്ലോ താങ്കൾ. ഈ നടപടി അത് കോൺഗ്രസ് എടുക്കുമെന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഇന്ന് പകലെങ്കിലും വളരെയധികം പൊതുസമൂഹം, ഒരു ധാർമ്മിക ബോധമുള്ള സമൂഹം പ്രതീക്ഷിച്ചിരുന്നു. അത് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഉണ്ടാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കൂ. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യത്തിന്റെ വിധി പറയാൻ നാളേക്ക് മാറ്റിയെങ്കിലും മറ്റൊരു കേസ് കൂടി സമാനമായ സ്വഭാവത്തിലുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നാളെ ഇനി ജാമ്യം കിട്ടിയാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ആത്യന്തികമായി പുറത്തു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞു വരുന്നത് കൊണ്ടാണോ സജന പറയുന്നത് പോലെ ഇനി ശേഷിക്കുന്ന 4 മണിക്കൂറിൽ ആ പ്രഖ്യാപനം വരുമെന്ന് സജന ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അല്ല, ലെറ്റ് us keep our fingers crossed. സജനയുടെ ആത്മവിശ്വാസം നമുക്ക് സമൂഹത്തിൻ്റെ ആത്മവിശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷേ നടക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നടക്കത്തില്ല എന്ന് ഞാൻ ഔട്ട്റൈറ്റായിട്ട് പറയുമൊന്നുമല്ല. കോൺഗ്രസിൻ്റെ ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. സജന നോക്കൂ, സജനയോടുള്ള എൻ്റെ ബഹുമാനം, സജന ഈ വിഷയത്തിൽ വലിയ ഒരു നിലപാടെടുത്ത് പുറത്തു പറയാനായിട്ട് പല കാര്യങ്ങളും പുറത്തു പറയാൻ അവർ സന്നദ്ധയായി എന്നുള്ളതിൻ്റെ ഒരു ബഹുമാനമുണ്ട്. അതൊരു സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ശക്തിയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, നടപടി എടുത്തോ എന്നുള്ളൊരു ചോദ്യം വന്നു. കോൺഗ്രസിന് എന്താണ് നടപടി എടുക്കാൻ പറ്റുക? ഇതാണ് അടിസ്ഥാനപരമായി ഇവിടെ വന്ന സജന പോലും പറഞ്ഞു വെച്ചത്. എന്താണ് കോൺഗ്രസ് എടുക്കാനുള്ള നടപടി എടുത്തു? അത് പറഞ്ഞാൽ ഒക്കത്തില്ല. അതിപ്പം ആ പറഞ്ഞതിനകത്ത് സജനയിലെ കോൺഗ്രസ്സുകാരിയാണ് പുറത്തു വന്നത്. ഒരു നടപടി എടുക്കുന്നത് എന്താണ് നടപടി? സസ്പെൻഷൻ എന്ന് പറയുന്നൊരു നടപടി എടുത്തു. എത്ര കാലത്തേക്കാന്നില്ല, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നില്ല. നോക്കൂ, ഈ സസ്പെൻഷന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞെന്താണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, നോക്കൂ, സസ്പെൻഷന് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം കാണിച്ച കോപ്രായം കൊണ്ടാണ് ഇങ്ങനൊരു പരാതിയിലേക്ക് വന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് കോപ്രായം കാണിച്ചത്? തന്നെ കാണിച്ചതാ? നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഷാഫി പറമ്പിൻ്റെ കീഴിൽ കൃത്യമായി പാലക്കാട് അയാളുടെ കൂട്ടത്തിൽ നിന്നു. ഈ പറയുന്ന നിയമസഭയിലേക്ക് അയാൾ വരാൻ നേരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അദ്ദേഹത്തെ കൊണ്ടുവിട്ടു. ഇല്ലേ, ഇതല്ലേ നമ്മൾ കണ്ടത്? ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ആ സംഘടന തന്നെ അയാൾ സഹായിക്കുന്നെങ്കിൽ പിന്നെ ഈ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നതിന് എന്ത് കാര്യമായിരിക്കും? ഞങ്ങൾ നിലപാടെടുത്തു. എന്താ ഈ നിലപാട്? ഈ പഴയ വാക്കും ചാക്ക് ഒരുപോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണിത്. നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടൊരു സഹകരണം ഉണ്ടാകാൻ പാടില്ല. ഔദ്യോഗികമായി എവിടെയെങ്കിലും ഇദ്ദേഹത്തെ കണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, കെ സുധാകരൻ പറഞ്ഞെന്താ? കെ സുധാകരൻ പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനിടയ്ക്കൂടെ പറഞ്ഞതാണ്, മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞാണ് ഈ സമവാക്യങ്ങളെല്ലാം മാറിയത്. ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു അദ്ദേഹം സസ്പെൻഷനിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല പറഞ്ഞതാണ്. സസ്പെൻഷനുള്ള ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ചാനൽ ചർച്ചയിൽ എത്രയോ പേര് വന്നു. എന്തിനാണ് ഈ സസ്പെൻഷനിലുള്ള ആൾ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയി. ആ പുറത്തുപോയ ആളുടെ കാര്യം പറയാനായിട്ട് എന്തിനാണ് നീ കോൺഗ്രസ്സുകാർ വരുന്നേ? അതും നമ്മൾ കണ്ടു ഇല്ലേ? എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്. നോക്കൂ, ഏറ്റവും വലിയ അധമ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തിയത്. അത് ആദ്യം തന്നെ കോൺഗ്രസ്സിലുള്ളവർക്ക് മനസ്സിലായി. രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ? രമേശ് ചെന്നിത്തല ദ ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് രമേശ് ചെന്നിത്തല വ്യക്തമായി പറയുന്നുണ്ട്, ഇയാൾ തെറ്റ് ചെയ്തു. അടൂർ പ്രകാശ് പറയുന്നത് എന്താ? അറിയത്തില്ലെന്നാ. ഇതെങ്ങനെ ഒക്കുക? ഇതാ പറഞ്ഞു, ഇത് ഗ്രൂപ്പിസമാണ് കോൺഗ്രസിനകത്തെ. അതാണ് ഇന്നത്തെ സത്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, VD സതീശന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ഇയാൾ തെറ്റ് ചെയ്തു എന്ന്. പക്ഷെ അടൂർ പ്രകാശിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ദിവസമായി നോക്കൂ, അടൂർ ജീവിക്കുന്ന ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടു നിർത്തുക. ആരാ കൊണ്ടു നിർത്തിയത്? ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിൽ ഇന്നേ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ഇവരെല്ലാം കൂടിയിരുന്ന യോഗത്തിനകത്ത് അവിടുന്ന് തീരുമാനമുണ്ടായി ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. അതുകൊണ്ട് നിൽക്കാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതൊക്കെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്ന കോൺഗ്രസിനകത്തെ എല്ലാ സ്ത്രീകൾക്കും ബോധ്യപ്പെട്ടു. അവരെ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ?
അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബോധ്യം എങ്ങനെ ഉണ്ടായി? രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യമുണ്ട് ഈ തെറ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ട്. എന്നാ വെച്ചാൽ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് അവരുടെ പലതും ഉണ്ട്, പലതും മുക്കി വെച്ചിരിക്കുന്നതാണ്. വസ്തുതാപരമായ കുറേ കാര്യങ്ങൾ ഇവർ ഓരോരുത്തരും നേരിട്ടിട്ടുണ്ട്, ഇതെല്ലാം കോൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അയാൾ തെറ്റ് ചെയ്തു എന്ന്. ഈ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുമിച്ചെടുത്ത തീരുമാനത്തിനകത്ത് ആ തീരുമാനം തന്നെ പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറല്ല. ഷാഫി പറമ്പിൽ പാർട്ടി പറയുന്നു ഷാഫി പറമ്പിൽ പറയത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് രമേശ് ചെന്നിത്തല പറയുന്ന ബോധ്യത്തിൽ പറയുന്നുണ്ടോ? VD സതീശൻ പോലും സത്യത്തിൽ ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ള അടിസ്ഥാനം അയാളെടുക്കെതിരെ നടപടി എടുക്കും എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞ് മിണ്ടാതിരിക്കുക ചെയ്യുന്നു. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ എന്ത് സംഭവിച്ചാലും അറബിക്കടലിൽ ഇറങ്ങി വന്നാൽ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ കുഴപ്പം ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞല്ലോ. കോൺഗ്രസ് അല്ല, നിങ്ങളൊന്ന് പറ, കേൾക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അത് എൻ്റെ അഭിപ്രായം, കോൺഗ്രസിൻ്റെ അഭിപ്രായം അങ്ങനല്ല. അങ്ങനെ കെ മുരളീധരൻ പറയുന്നല്ലോ, ഉണ്ണിത്താൻ പറയുന്നല്ലോ. ഉണ്ണിത്താൻ ഇവർ സൈബർ ആക്രമണം നടത്തി, ഇവരുടെ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർത്ത് സൈബർ ആക്രമണം നടത്തി. ഉണ്ണിത്താൻ പറഞ്ഞെന്താ? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉപയോഗമാണ്. ഇതിനെക്കുറിച്ചുള്ളത് ഞാൻ മൊത്തം വിളിച്ചു പറയും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 പ്രാവശ്യം പാർലമെന്റ് മെമ്പറായ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനായ കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താന് ഇവനെക്കുറിച്ച് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും ആ സ്ഥലത്താണ് അടൂർ പ്രകാശ് ഈ തായം കളിക്കുന്നത്. UDF കൺവീനറാ. ഇതാ പറഞ്ഞു, ഇയാൾക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട് സപ്പോർട്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ പരാതിയോടുകൂടി പറ്റിപ്പോയെന്നറിയോ? മിനിയാന്തെ പരാതിക്കകത്ത് പോലല്ല ഇന്നലത്തെ പരാതി ഇച്ചിരൂടെ അങ്ങ് എക്സ്പ്ലിസിറ്റ് ആയി KPCC പ്രസിഡന്റ് കിട്ടി. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം DGP കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. കംപ്ലൈനന്റ് വെളി വരുമെങ്കിൽ റേപ്പ് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും FIR ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നലത്തോടുകൂടി ഇവർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇതിൽ ആക്ട് ചെയ്യാനായിട്ട് വന്നത്. അതല്ലാതെ ഇതിനു മുമ്പ് പരാതി കൊടുത്തതിനെ കുറിച്ച് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആ പരാതിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ പരാതി എൻ്റെ അസിത പരാതി 1, 2 ഒന്നും അല്ല, ലോഡ് കണക്കിന് പരാതി നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കിയതാ. ഈ പറയുന്ന കേസിൽ എത്ര പരാതിയാണ്? ഇപ്പം ഷഹനാസിന്റെ കേട്ടില്ലേ? ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിനകത്ത് അവർ പറയുന്നുണ്ട് അവർ നേരത്തെ പരാതി കൊടുത്തു. തീർച്ചയായും ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. ഷഹനാസ് അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ ചേരും. കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ. ഞാൻ വരാം താങ്കളിലേക്ക്. VPP എല്ലാ കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, പരാതി വരുന്നതിന് മുൻപേ ഞങ്ങൾ നടപടിയെടുത്തു എന്നുള്ളതാണ്. അതിന്റെ പൊള്ളത്തരം എത്രമാത്രമാണ് എന്നുള്ളത് ഇന്നലെ ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷനടക്കം വന്ന ആ ഇമെയിലിലൂടെ വന്ന പരാതിയിൽ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, പരാതിയൊന്നും മുൻപ് ലഭിച്ചിട്ടില്ല എന്ന് ഈ നേതാക്കളൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ തോന്നുന്ന ആ വികാരത്തിൽ നിന്നുമാണ് വീണ്ടും ഈ പരാതി KPCCക്ക് അയക്കേണ്ടി വന്നത് എന്നത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രകാലം വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ ഒരു ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ നിമിഷവും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കുകയാണ്. ഇത്ര ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന കോൺഗ്രസിനെ ഇനിയും എത്ര കാലം നമ്മൾ വിശ്വസിക്കും? ഇത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണിത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പെർവേർട്ട് വലിയ നിലയിൽ ഒരു സ്ത്രീ പീഡകൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം സ്ത്രീകളെ ആക്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുന്നു, KPCC പ്രസിഡന്റ് നുണ പറയുന്നു, അവരുടെ നേതാക്കളാകെ ഒരുമിച്ച് നിൽക്കുന്നു, സത്യം പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള അപകടകരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയല്ലേ. ഇപ്പൊ ഇവരെല്ലാം വലിയ അവകാശവാദമായിട്ട് പറയുന്നത്, ഇന്ന് തന്നെ KPCC പ്രസിഡന്റും അതുപോലെ കോൺഗ്രസ് നേതാക്കള് എല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് എന്താ, ഒരു പരാതിയുമില്ലാതെ തന്നെ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തില്ലേ, മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തില്ലേ എന്നാണ്. അത് തന്നെ കള്ളമല്ലേ? പ്രതിപക്ഷ നേതാവ് വാസ്തവ വിരുദ്ധമായിട്ടല്ലേ കാര്യങ്ങൾ പറയുന്നത്? 2023 മുതൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ അടുത്തും അതുപോലെ മറ്റു കോൺഗ്രസ് നേതാക്കളുടെ അടുത്തുമെല്ലാം ഈ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകളുടെ പരാതികൾ വന്നിട്ടില്ലേ? ഷാഫി പറമ്പിലിന്റെ അടുത്ത് വന്നിട്ടില്ലേ? അതല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിന്റെയും ഈ മാങ്കൂട്ടത്തിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ കൺവീനറായിരുന്ന ഷഹനാസിന്റെ പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത്. അവർ പറയുകയല്ലേ, ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്ഥാനത്തേക്ക് മാങ്കൂട്ടത്തിൽ വരരുത്, അദ്ദേഹത്തെ പരിഗണിക്കരുത്
അദ്ദേഹം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നയാളാണ്. ഈ വിഷയം അവരുന്നയിച്ചതാണല്ലോ. എന്നിട്ട് ഷാഫി എങ്ങനെയാണ് പെരുമാറിയത് എന്ന കാര്യം ഇന്ന് ഷഹനാസ് വെളിപ്പെടുത്തിയില്ലേ? ഒരുതരം പുച്ഛത്തോടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യത്തെ അങ്ങേയറ്റത്തെ ആൺകോയ്മയോടെ ദാഷ്ട്യത്തോടെ ഷാഫി പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്നല്ലേ. അപ്പം മാങ്കൂട്ടത്തിനെതിരായി ഇങ്ങനെ ഒരു പരാതി, അയാളുടെ ഈ അങ്ങേയറ്റം സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലെ ഈ ഏറ്റവും മോശം സ്വഭാവത്തെ സംബന്ധിച്ച് 2023 മുതലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ പരാതികളും വസ്തുതകളും ഉണ്ടെന്നിരിക്കെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും തുടർന്ന് പാലക്കാട് ബൈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് MLA ആക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ അയാളെ ഏതെല്ലാമോ നിലയിൽ സംരക്ഷിക്കാൻ ഇവരെല്ലാം ആ നിലയിൽ തന്നെ ഉണ്ട്. അപ്പൊ പരാതി നേരത്തെ ഉള്ളതാണ്. ആ പരാതി ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ അന്ന് VD സതീശൻ ഉപയോഗിച്ചൊരു വാക്ക്, റിനി എന്ന് പറയുന്ന പരവൂർക്കാരിയായ സതീശന്റെ അയൽക്കാരിയായ കോൺഗ്രസ് സഹയാത്രികയായ ആ യുവനടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോ പറഞ്ഞല്ലോ, ഞാൻ VD സതീശനോട് എന്താ സതീശന്റെ മറുപടി അസ്ഥിത ഓർമ്മിക്കുന്നില്ലേ? ഞാനൊരു പിതാവിനെ പോലെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു തീർത്തു എന്നാണ്. പിതാവിനെ പോലെ സംസാരിച്ച് തീർത്തിരുന്നുവെങ്കിൽ ഈ റിനി എന്ന് പറയുന്ന യുവനടി പിന്നീട് വന്ന് ഈ ലോകത്തോടാകെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നോ? അപ്പൊ സതീശൻ ഉൾപ്പെടെ, അന്ന് സതീശനും മാങ്കൂട്ടത്തിലും ഷാഫിയും എല്ലാം ഒരൊറ്റ ഗ്രൂപ്പുകാരാണ്. ഇപ്പൊ നിൽക്കക്കള്ളിയില്ലാതെ അല്ലേ അവർക്കിടയിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെട്ടു വന്നത്. അല്ലാതെ സതീശൻ മനസ്സുകൊണ്ടൊന്നും ഇവരെ തള്ളി പറയുന്നതല്ലോ. ഇതല്ലേ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഓക്കെ, ഞാൻ മടങ്ങി വരാം VP. ഇപ്പോൾ MA ഷഹനാസ് കൂടി ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷഹനാസ്, ഞാൻ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും അവസാനം ഇനിയും ഞാൻ എഴുതും, ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നുണ്ട്. തുറന്നെഴുതാൻ തന്നെയാണ് തൂലിക പടവാളാക്കിയത്, മറക്കേണ്ട ആരും എന്നാണ് താങ്കൾ അത് അവസാനിപ്പിക്കുന്നത്. ആരോടാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഷഹനാസ്? ഞാനൊരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അടുക്കളയിൽ ഇരിക്കുന്ന, ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീയല്ല. ഞാൻ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എന്നോട് ഇടപഴകുന്ന മുഴുവൻ ആളുകളുണ്ട്. എന്നോട് ഇടപഴകുന്ന സ്ത്രീയും പുരുഷനും അടക്കമുള്ള ആളുകളുണ്ട്. ഞാൻ അടക്കമുള്ള ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് മോശമായ അനുഭവം തരുന്ന, എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്ക് മോശമായ അനുഭവം തരുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞാനൊക്കെ എഴുത്തുകാരിയായിട്ടും സാമൂഹിക പ്രവർത്തകയായിട്ടും രാഷ്ട്രീയ പ്രവർത്തകയായിട്ടും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ആയിട്ട് ഇവിടെ നിലനിൽക്കാൻ തന്നെ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ മോശമായ ഇടപെടലുകൾ നടത്തുന്ന മുഴുവൻ മനുഷ്യരോടുമാണ് ഞാൻ ഇനിയും തുറന്നെഴുതുകയും തുറന്നു പറയുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി. തീർച്ചയായും ആ ഉത്തരവാദിത്തം താങ്കൾക്ക് സമൂഹത്തോടുണ്ടെന്ന തിരിച്ചറിവ് അത് അഭിനന്ദനീയം തന്നെയാണ് ഷഹനാസ്. അതിനെ തുടർന്ന് മറ്റു ചില ചോദ്യങ്ങൾ കൂടി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടലിനെതിരെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടത്, ആ 2 കേസുകൾ, ബലാത്സംഗ കേസ് 2 രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഈ വിഷയങ്ങളുടെ ആധാരം. താങ്കൾ വളരെ വ്യക്തമായി ഷാഫി പറമ്പിലിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അതായത് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുൻപ് തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങൾ ഷാഫിയോട് പറഞ്ഞിരുന്നു, പക്ഷേ നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നു. എന്താണ് ആ ബോധ്യം ഷഹനാസ്? ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ ഷാഫി പറമ്പിൽ അധ്യക്ഷനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സണായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മുന്നോട്ട് പോകാത്തത് ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം മറ്റ് സ്ത്രീകളോട് പെരുമാറുന്നത്, യൂത്ത് കോൺഗ്രസിന് അകത്ത് തന്നെയുള്ള സ്ത്രീകളോട് പെരുമാറിയതിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച JS അഖിൽ ഉൾപ്പെടെ, ബിനു ചുള്ളിയിൽ ഉൾപ്പെടെ, എബിൻ വർക്കിയാൾ ഉൾപ്പെടെ, ഒരുപാട് റിജിൽ മാക്കുട്ടി ഉൾപ്പെടെ, റിയാസ് മുക്കോളി ഉൾപ്പെടെ ഒരുപാട് നല്ല യുവാക്കളുണ്ട് നമ്മുടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൽ എന്ന് പറയുന്നത്. പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാതെ ശ്രീ ഷാഫി പറമ്പിലിന്റെ സ്വന്തം ശ്രമം കൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായി വരുന്നു എന്നറിഞ്ഞപ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ എന്ന, എഴുത്തുകാരി എന്ന
ഒരു സാമൂഹിക പ്രവർത്തക എന്ന ഒരു ധാർമ്മികത എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഞാൻ അറിയിപ്പ് നൽകിയിരുന്നു. ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ട നമ്മുടെയൊക്കെ കുട്ടികൾ യൂത്ത് കോൺഗ്രസിൽ ആക്റ്റീവായിട്ട് ഇന്ദിരാഗാന്ധിയുടെ മഹത്തായ നാഷണൽ കോൺഗ്രസിൽ ശക്തിയായ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീയെ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ഇടത്ത് ഒരുപാട് പെൺകുട്ടികൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ അതിന്റെ കീഴിൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. പദവിയിലേക്ക് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് വളരെ ഗംഭീരമായ ഒരു പ്രശസ്തിയുടെ ഒക്കെ അടുത്തിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ, പ്രശസ്തിയിൽ മൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം. ഒരു മിനിറ്റ് ഷഹനാസ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ കുറിച്ച് ഷാഫി പറമ്പിലിനെ പോലെ ഒരാളോട് ഇക്കാര്യം തുറന്നു പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? വ്യക്തിപരമായ എന്തെങ്കിലും ബോധ്യമാണോ, അതോ ആരെങ്കിലും താങ്കളോട് ഒരുപാട് പേർ ഇപ്പോൾ ഇത് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നുവെന്ന്, അപ്പോൾ അത്തരം അറിവുകളാണോ? എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ചാനലുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വിവാഹിതയാണ്, എനിക്കൊരു മകളുണ്ട്, എൻ്റെ ഭർത്താവ് ഡോക്ടറാണ്. ഇതൊക്കെ അറിയാവുന്നവരാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ. ഞാൻ കർഷക സമരത്തിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകയായ ഡോക്ടർ റിജി റഷീദിനോടൊപ്പം പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്നോട് അദ്ദേഹത്തിനൊപ്പം ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞാൻ അതിന് അർഹമായ മറുപടി നൽകി. അപ്പോഴേ ഞാൻ അതിനെതിരെ പ്രതികരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നും ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീ ഷാഫി പറമ്പിലിനോട് അത് പറഞ്ഞത്. ഒരുപാട് പെൺകുട്ടികൾ വരുന്ന, മാത്രമല്ല അതും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ KSUവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം, എന്നോട് സംസാരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ട് ആ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ള പരിചയം എനിക്കുണ്ട്. ആ കുട്ടികളോട് ഇത്തരം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അന്ന് മിണ്ടാതിരുന്നല്ലോ എന്ന പശ്ചാത്താപം താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം അത് പറയേണ്ടിടത്ത് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പരാതികൾ നോക്കൂ, ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളടക്കം നമ്മൾ കേട്ടു. യെസ്, അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ടെലിഫോൺ സംഭാഷണം അടക്കമാണല്ലോ ഷഹനാസ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമായിരുന്നോ, അതോ നമ്മൾ ഇത്തരം ചില സ്വഭാവങ്ങളുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അവിടെ വരെയായിരുന്നോ, അതോ അതിനപ്പുറം ഇത്രയും ഗുരുതരമായ കാര്യം എന്നുള്ളത് തന്നെ അറിയാമായിരുന്നോ? അത് പറഞ്ഞിരുന്നോ ഷാഫിയോട്? അല്ല സത്യത്തിൽ ഞാൻ ഇത്രയും ഗുരുതരമായ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഒരു സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് തന്നെ ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി ഒരു സ്ത്രീയുടെ ഏറ്റവും മോശമായി സ്ത്രീയെ ഉപദ്രവിക്കുന്ന, ആ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന, ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് കുഞ്ഞ് വേണമെന്ന് പറയുകയും പിന്നീട് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് അന്ന് എനിക്ക് ഇരുന്നിട്ട് പോലും ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടികൾക്ക് മോശമായ അനുഭവം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടും യൂത്ത് കോൺഗ്രസിൽ ഒരുപാട് പെൺകുട്ടികൾ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചിട്ടും ഞാൻ ഇതിനെതിരെ ഷാഫി പറമ്പിൽ MLA പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP നിരാകരിക്കട്ടെ, അപ്പോൾ ഞാൻ അതിന്റെ തെളിവുമായിട്ട് വരാം. ശരി, ഈ കർഷക സമരത്തിന് പോകുന്ന സമയത്ത് താങ്കളോട് ആ നിലയിൽ ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രമായി പോകാമെന്നുള്ള നിലയിൽ ഒരു സംഭാഷണം രാഹുൽ നടത്തിയെന്ന് താങ്കൾ പറയുന്നു. അത് ഷാഫിയോട് പറയുന്നു. ഷാഫിയുടെ പ്രതികരണം എന്തായിരുന്നു? അത് മാത്രമല്ല ഞാൻ ഷാഫിയോട് പറയുന്നത്, ഒരുപാട് സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയാൽ നമ്മുടെയൊക്കെ ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇടമാണിത്. അത് നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. അവർക്ക് സ്വസ്ഥമായി നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇടമായിട്ട് യൂത്ത് കോൺഗ്രസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം അത് വളരെ പുച്ഛത്തോടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. നമുക്കൊരാൾ മറുപടി അയച്ചാൽ, നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അതിന് ഏതെങ്കിലും രീതിയിൽ, ഞാനൊരു എപ്പോഴും മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആണ്, ഒരു എഴുത്തുകാരിയാണ്, ഒരു പബ്ലിഷറാണ്. അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എനിക്ക് അവഗണനയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഇതൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ എന്ന്
എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എനിക്കൊരു സങ്കടത്തിന്റെ ഒരു സ്മൈലി എനിക്ക് അയച്ചു. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ അതെനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ ഒരു പരാതി വന്നിട്ടുള്ളത് 23 വയസ്സായ ഒരു പെൺകുട്ടിയുടേതാണ്. അപ്പൊ അതിനൊക്കെ ഉത്തരവാദിയാണ് ഞാനും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഇതിന് ഉത്തരവാദികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത് തുറന്നു പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു വ്യക്തിയൊക്കെ യൂത്ത് കോൺഗ്രസിൽ ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടാണോ, കഴിവുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത്? വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ? യൂത്ത് കോൺഗ്രസിലുള്ള മുഴുവൻ ആളുകളും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓരോ നിമിഷത്തിലും. ഞാൻ ചോദിക്കട്ടെ, ഈ വെട്ടുക്കിളി കൂട്ടങ്ങളോട്, നിങ്ങളുടെ ഈ രാഹുൽ മാങ്കൂട്ടമല്ലേ ഈ പാർട്ടിയെ അപമാനിച്ചത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പാർട്ടി കൊടുക്കാത്തത് എന്താണ്? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലേ, MLA ആക്കിയില്ലേ? എന്നിട്ടും ഈ പാർട്ടിയെ ഇപ്പൊ ഏറ്റവും മോശമായ പ്രതിസന്ധിയിലാക്കിയത് ശ്രീ രാഹുൽ മാങ്കൂട്ടമല്ലേ? നിങ്ങൾ ഈ പറയുന്ന പരാതിപ്പെടുന്ന പെൺകുട്ടികളാണോ? നിങ്ങൾ ഈ അപമാനിക്കുന്ന, നിങ്ങൾ ഈ അവഹേളിക്കുന്ന, നിങ്ങൾ ഈ ട്രോൾ ഇറക്കുന്ന, നിങ്ങൾ ഈ പുറത്തിറക്കിയ അതിജീവിതയുടെ പേര് പോലും പുറത്തിറക്കി അപമാനിക്കുന്ന സ്ത്രീകളാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ അപമാനിച്ചത്? രാജീവ് ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പെരുമയുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന് അപമാനിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. അത് തിരിച്ചറിയേണ്ടത് കോൺഗ്രസിന്റെ അണികളാണ്. എനിക്കറിയാം എന്നെ നാളെ മുതൽ നിങ്ങൾ ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ മോശപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിട്ടും താങ്കൾ രംഗത്ത് വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ നിലയിൽ ഒരു അഭിനന്ദനം തന്നെ താങ്കൾ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം അതൊരു സ്വയം ബോധ്യം കൂടിയാണല്ലോ. ഒരു കാര്യം കൂടി ഷഹനാസ്, ഈ ഷാഫി പറമ്പിൽ പേടിയൊന്നുമില്ല. ഞാൻ ഒരു ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ 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 ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത് ഷഹനാസ്, ഷാഫി പറമ്പിൽ മാറുന്ന പദവികളിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഇതിന്റെയൊക്കെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു അധികാരത്തിന്റെ ആ നൂലുണ്ടല്ലോ, അത് കയ്യിലുണ്ടാകണമെന്ന് ഉറച്ചൊരു ബോധ്യമുള്ള ആളാണ് ഷാഫി പറമ്പിൽ എന്നതുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ഈ ക്രൈമിൻ പാർട്ണർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എല്ലാ ചെയ്തികൾക്കും പിന്തുണ ഷാഫി പറമ്പിൽ നൽകിയിരുന്നു എന്നത് ഉറപ്പാണോ? താങ്കൾക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഗോഡ് ഫാദർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ? എനിക്ക് അറിയില്ല ശ്രീ ഷാഫി പറമ്പിൽ അത്രയ്ക്ക് പൊട്ടനായ ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും ചാണക്യ ബുദ്ധിയുള്ള ഒരു യുവ നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് അറിയുമ്പോൾ അത് അത്രമാത്രം ബുദ്ധിയില്ലാത്ത ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ചെറുപ്പക്കാരായിട്ടുള്ള യുവ നേതാക്കന്മാർക്കും അദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൊതുജനത്തെ പറ്റിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും എന്ന് ഞാൻ ഇവിടെ തീർത്ത് പറയാണ് നിങ്ങളോട്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം, മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു സ്ത്രീ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട്. ഇതുപോലെ മറ്റ് സ്ത്രീകളും പരസ്യമായി പറയാൻ സാധിക്കാതെ രഹസ്യമായി ശ്രീ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിൽ മത്സരിച്ച് ജയിച്ച ആ സ്ഥലത്ത് MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അദ്ദേഹം നിയോഗിച്ചു. ശ്രീ ഷാഫി പറമ്പിലിന്റെ സ്ഥാനത്ത് ബാക്കിയുള്ള പൊതുജനങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു. വിഡ്ഢികളായത് ഈ പൊതുജനങ്ങളും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായ VD സതീശനെയും ശ്രീ രമേശ് ചെന്നിത്തലയെയും മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്ന പൊട്ടന്മാരായത് ആ അണികളാണ് എന്ന് എനിക്ക് പറയാതെ നിവർത്തിയില്ല. കാരണം അവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, പാർട്ടിയെ അപമാനിച്ചത് ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ്, വേറെ ആരുമല്ല. തീർച്ചയായും ദയവായി തുടരുക. ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. VPP, ഇത്ര ദിവസം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിന് വേണ്ടാത്തൊരു നേതാവിനെ MLA ആയി ജനങ്ങൾക്ക് എന്തിനാണ് എന്ന ചോദ്യമായിരുന്നു. ഷഹനാസ് എന്ന കോൺഗ്രസ് പ്രവർത്തക ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിന് ഈ നാടിന്റെ തലയിൽ കെട്ടിവെച്ചു ഷാഫി പറമ്പിൽ എന്ന ചോദ്യത്തിലേക്ക് മാറേണ്ടതില്ലേ? തീർച്ചയായിട്ടും അസല നമ്മൾ കാണേണ്ടത് ഈ കാസർഗോഡിനടുത്ത് മംഗലാപുരത്താണ് സയനൈഡ് മോഹനൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതൻ ഉണ്ടായിരുന്നത്. ഇപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് മംഗലാപുരത്ത്. അദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഏതാണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിച്ച് അദ്ദേഹം ലൈംഗികാവശ്യത്തിന്, അതിഭീകരമായിട്ട് ഏറ്റവും ക്രൂരമായ ലൈംഗികാവശ്യത്തിന് ഉപയോഗപ്പെടുത്തി പിന്നെ അവരെ സയനൈഡ് നൽകി കൊല്ലുക എന്നുള്ളതായിരുന്നു. ഏതാണ്ടൊരു ഡസനിലധികം പെൺകുട്ടികളാണ് ഈ സയനൈഡ് മോഹന്റെ ക്രൂരതയ്ക്ക് ഇരയായത്.
ഏതാണ്ട് അതുപോലെ ഒരു സൈക്കോപാത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വ്യക്തമായിരിക്കുകയല്ലേ. ഒരു ഡസനോളം പരാതികളല്ലേ വന്നിരിക്കുന്നത്. ഈ പരാതികൾ എന്ന് പറയുന്നത് ഇപ്പൊ വന്നതല്ലല്ലോ, നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടല്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവിടെ ഷഹനാസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നെ MLA പദവിയിലേക്കും എല്ലാം കൊണ്ടുവരാൻ കോൺഗ്രസിലെ ഈ നേതൃത്വം ശ്രമിച്ചു എന്നുള്ളത് ഷാഫി പറമ്പിലും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യം, ഇവരെല്ലാം പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. VD സതീശൻ കഴിഞ്ഞ ദിവസം അസിത പറഞ്ഞത് ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത പ്രതിപക്ഷ നേതാവ് ഞാനാണെന്ന്. യഥാർത്ഥത്തിൽ ഏറ്റവും വൃത്തികെട്ട ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടാക്കിയ ആൾ അദ്ദേഹമാണ്. നേരത്തെ AK ആന്റണിയുടെയും ശ്രീ K കരുണാകരന്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നത് പോലെ ഈ രണ്ട് ഗ്രൂപ്പുകളും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ VD സതീശന്റെ കാലത്തുണ്ടാക്കിയ കോൺഗ്രസ് ഇതുപോലെ ഏറ്റവും അധമന്മാരെ, യാതൊരു സദാചാര മൂല്യവും ഇല്ലാത്തവരെ, രാഷ്ട്രീയമായി ഒരു സത്യസന്ധതയും പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളെ പിടിച്ച് കേവലം അധികാരം, ആ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സംഘം, അങ്ങനെയാണ് VD സതീശൻ ഷാഫി പറമ്പിൽ ഈ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിന്റെ ഇരകളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഷഹനാസ് ഉൾപ്പെടെയുള്ള യുവതികളും മറ്റ് നിരവധിയായിട്ടുള്ള നേതാക്കളും. അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസ് ചെന്നുപെട്ട ഒരു ഏറ്റവും അപകടകരവും കേരളത്തിൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? തുടർ ഭരണമൊക്കെ ഉൾപ്പെടെ ലഭിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ശക്തമായിട്ട് വരുമ്പോൾ അന്ധമായ CPM വിരോധവും പിണറായി വിരോധവും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമല്ലോ, നേരത്തെ കരുണാകരനും ആന്റണിയും എല്ലാം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ VD സതീശനും ഈ മാങ്കൂട്ടത്തിലൊക്കെ വിളിക്കുന്ന പോലെ എടോ വിജയ എന്നൊക്കെയുള്ള വിളികൾ, അത്തരം വർത്തമാനങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും നേരത്തെയുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ CPM-ന്റെ ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ മുന്നിലെ ഒരു അനുഭവം തന്നെയാണ്. എങ്ങനെയാണ് ഏറ്റവും ജീർണമായ വഴിയിൽ ഏറ്റവും വൃത്തികെട്ട ഒരു നേതൃത്വമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്നുള്ളത്. ശരി. സജന, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഈ നിലയിൽ ആരോപണം ഉയർന്ന ആദ്യത്തെ ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടും താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഈ നിലയിൽ പരസ്യമായി രംഗത്ത് വരണമെങ്കിൽ ഇപ്പോൾ ഷഹനാസ് പറഞ്ഞ പല ബോധ്യങ്ങളും സജനയ്ക്കും വ്യക്തിപരമായി ഉണ്ടാകണം. അത് ഷഹനാസിനെ പോലെ സജന എത്ര മാത്രം തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ സജന ആദ്യഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് സംരക്ഷിച്ചിട്ടില്ല, പുറത്താക്കി, നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ സജന, ഏറ്റവും അവസാന ദിവസം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങുന്ന ദിവസം മുതിർന്ന നേതാക്കൾ മുരളീധരൻ അടക്കമുള്ളവർ ഈ നിലയിൽ രാഹുലിനെ തള്ളിപ്പറയുമ്പോഴാണ് അവരുടെ തല വെട്ടിക്കൊണ്ട് രാഹുൽ ആ നിമിഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇതാ കോൺഗ്രസിന്റെ താരപ്രചാരകനായി ഞാൻ പാലക്കാട് തന്നെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സംരക്ഷണം രാഹുലിന് ഒരുക്കി കൊടുത്തത് ആരാണ് സജന? അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇപ്പോഴും ആ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്നത്. തീർച്ചയായും ഇപ്പൊ കോൺഗ്രസ് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് എടുത്ത നടപടിക്കെതിരായി തന്നെ രാഹുൽ പ്രവർത്തിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടുന്നത് കോൺഗ്രസ് എന്ന നിലയിൽ, കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ, കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് നടപടി എടുക്കാനേ കഴിയുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു വ്യക്തിയെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ടുന്ന നടപടി എന്താണോ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്യേണ്ടുന്നതാണ്. പക്ഷെ ഒരു തരത്തിൽ പോലും പാർട്ടി പറഞ്ഞ കാര്യങ്ങളെയോ പാർട്ടി എടുത്ത നടപടിയിലുള്ള മാനദണ്ഡങ്ങളെയോ നോക്കുകുത്തിയാക്കിക്കൊണ്ടെടുത്ത ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടും മുരളീധരൻ എന്ന നേതാവ് വന്ന് പറയുന്നു, ഇനി പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കരുതെന്ന് എല്ലാ ഘടകങ്ങളിലേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്ന് മുരളീധരൻ പറയുന്നു. അപ്പോൾ ഈ നിർദ്ദേശം നൽകൽ ആദ്യമേ ആകാമായിരുന്നു. അപ്പോൾ ഈ മുതിർന്ന നേതാക്കളെ പോലും പേടിപ്പെടുത്തുന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് രാഹുലിനെ ഇങ്ങനെ ഭയക്കുന്നത് നേതൃത്വം ഒന്നാകെ? പറഞ്ഞതുപോലെ ഒരു ധാർഷ്ട്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് തുടക്കം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലകൊണ്ടുവന്നിരുന്നത്. അദ്ദേഹം മുൻപെങ്ങനെയായിരുന്നു എന്നുള്ളതിനേക്കാൾ അതിൻ്റെ നേരെ വിപരീതമായാണ് പദവി എന്നൊരു സാധനം, അതിൻ്റെ ലഹരി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിൽ എനിക്ക് എന്ത് കോൺഗ്രസ് പാർട്ടി, എനിക്ക് മുകളിലല്ല മറ്റൊരു കോൺഗ്രസ് പാർട്ടി എന്നുള്ള തലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഉദാഹരണമായി കാണേണ്ടത്. അങ്ങനെ എനിക്ക് മുകളിലല്ല കോൺഗ്രസ് പാർട്ടി എന്ന് രാഹുൽ മാറണമെങ്കിൽ രാഹുലിന്റെ ആ തോന്നലിന് സംരക്ഷണവും ഉറപ്പും കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം വേണ്ടേ സജന? ആ ഘടകം എന്താണ്? ആ ഘടകം കണ്ടുപിടിക്കേണ്ടത് പാർട്ടിയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ ഇതിനെ ഒരിക്കലും കണക്കാക്കില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളർന്നു വന്ന വഴിയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ നിനക്ക് മുന്നിലുള്ള തടകളെല്ലാം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന പലരും ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ തോന്നലിൽ നിന്നാവാം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു വ്യക്തിക്ക് ആ ഒരു തരത്തിൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് മുകളിലല്ല എന്നൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം സജന. പക്ഷെ അത് കണ്ടെത്തേണ്ടത് പാർട്ടി അല്ല എന്ന് സജന പറയുന്നിടത്താണ് പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്. ആ ബോധ്യം നേതൃത്വത്തിന് ഇനിയെങ്കിലും വന്നില്ലെങ്കിൽ ഇനിയും ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഉണ്ടാകും. അവിടെയാണ് പ്രശ്നം. ലാൽ, ഞാൻ ഈ ചർച്ച തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തലയ്ക്ക് മീതെ ഡെമോക്ലീസിന്റെ വാൾ തൂങ്ങുന്നു എന്ന് പറഞ്ഞാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഇതാ വാൾ തൂങ്ങുന്നത് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് മേലെയാണ്. ആ വാളിന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ്. കറക്റ്റാണ്. നോക്കൂ, ഇവിടെ സജ്ജന പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സജ്ജന ഞാൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ 1 by 1 ആയിട്ട് റിബട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം റിബട്ട് ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടല്ല, കാര്യം അവർ ആ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഒരു ഫൈറ്റ് നടത്തിയതിൻ്റെ ഒരു റെസ്പെക്റ്റ് എനിക്കുള്ളത് കൊണ്ടാണ്. എന്നാലും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. അവർ പറഞ്ഞൊരു കാര്യം എന്താ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇയാളല്ലാതെ തന്നെ കാര്യങ്ങൾ നടപടിയെടുത്തതാണ്, ഇയാൾ തന്നെ നേരിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരാമർശം അവർ നടത്തി. അതിനകത്തെ പ്രശ്നം എന്താ പറയുക, ആ കണ്ടൻഷൻ്റെ പ്രശ്നം, അത് ഒരു ബിലീവബിൾ കണ്ടൻഷൻ ആവും. അല്ല, വിശ്വാസയോഗ്യമായ ഒരു തർക്കമായി അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇതിനെ എടുത്തു നോക്കണം. രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് നിയമസഭ വന്നത്? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കൂട്ടത്തിൽ. അയാൾ ഇപ്പോഴും എവിടെയാണ്? അവിടെ തന്നെ ഉണ്ട്. അയാൾക്കെതിരെ നടപടിയല്ലോ എടുത്തോ? ഇല്ല. ഇതാണ് സിമ്പിൾ. അപ്പം ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയെടുക്കുന്നതിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടായിരുന്നോ? ആ പാർട്ടിയിൽ നിന്ന് അയാൾ പുറത്താക്കിയിട്ടില്ലെന്നാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. അയാൾ ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ വി ഡി സതീശൻ്റെ മൂക്കിന് താഴെ വന്ന് ഇറങ്ങി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ കൂട്ടത്തിൽ വന്നു. ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കാൻ ആർജവം ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത്രേ പറ്റൂ. നിങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ച ഘടകത്തെക്കുറിച്ച് പറഞ്ഞു. എന്ത് ഘടകമാണ് ഇതിനെ ബുദ്ധിമുട്ടാക്കി നിർത്തുന്നത് എന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവർക്കൊക്കെ പറയാൻ ചില ബുദ്ധിമുട്ടാണ്, എനിക്ക് ചിലപ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് പറയാൻ പറ്റും. നോക്കൂ, ഇവിടെ VPPക്ക് പറയാൻ പറ്റും. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിനെ കുറിച്ച് VPP സൂചിപ്പിച്ചല്ലോ. അതിന് വലിയ കാര്യമുണ്ട്. കാര്യം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഒരു അന്തസ്സുള്ള ഗ്രൂപ്പായിരുന്നു. അങ്ങനെ തന്നെ പറയണം. അതിന് നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സില്ലാത്ത ഗ്രൂപ്പാണെങ്കിൽ അന്തസ്സില്ലാത്ത ഗ്രൂപ്പാന്ന് പറയാൻ നമ്മളെന്തിനാണ് മടിക്കുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ ശക്തിയുമായിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം സംഭവിക്കുന്ന പറഞ്ഞുതരാം. ഇപ്പം ഈ പറയുന്ന എപ്പിസോഡുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി ചേരുന്ന ഒരു ഗ്രൂപ്പ്, അതിന് തലതൊട്ടപ്പനായിട്ട് KC വേണുഗോപാൽ നിൽക്കുകയാണ്. ഉറപ്പായിട്ട് ഇങ്ങനൊരു സപ്പോർട്ടില്ലാതെ ഇത് കാര്യം നടക്കത്തില്ല സജന, അസിത. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. നമ്മൾ രാഷ്ട്രീയം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? രാഷ്ട്രീയത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മൾ പൊതുപ്രവർത്തകരെ കാണാൻ തുടങ്ങിയിട്ട്, രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന രീതി നമ്മൾ കാണുന്നതല്ലേ. ഒരു സപ്പോർട്ടില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് അടൂരിന്ന് വണ്ടി കയറി പാലക്കാട് പോയി പിച്ചിൻ ചെയ്യാൻ പോലും പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. അത് അവർ ഉറപ്പ് വരുത്തിയിരുന്നു. ആ ഉറപ്പ് വരുത്തിയത് ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെയാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം, കാരണം കൂടെ പറഞ്ഞുതരാം. ഇവിടെ പലരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനും മുഖ്യമന്ത്രിയാകാനും സഞ്ചി തയ്പ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. അതിനകത്ത് ഒരാൾ VD സതീശനാണ്. VD സതീശൻ ഈ പല കാര്യത്തിലും നിലപാടെടുത്തെങ്കിലും എനിക്ക് ആ ചില ഭാഗത്ത് റെസ്പെക്റ്റ് ഉണ്ട്. VPP പറഞ്ഞത് വാല്യുബിൾ കണ്ടൻഷൻ ആയിരിക്കെ തന്നെ ഇതിനകത്തെ VD സതീശനെ മുന്നോട്ട് പോകുന്ന യാത്രയ്ക്കകത്ത് ഒന്ന് വെട്ടണം. ആ വെട്ടണം. ആർക്കാ വെട്ടേണ്ടത്? KC വേണുഗോപാലിനാണ് വെട്ടേണ്ടത്. ആ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ വളരെ വൃത്തിയായി VD സതീശനെ സൈഡ് ലൈൻ ചെയ്തു. നോക്കൂ, കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു തീരുമാനം എടുത്ത് ഇയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ ഡിസിഷൻ എടുത്ത, അതിന് ഡിസിഷൻ ഏറ്റവും ശക്തനായി നിന്ന പ്രതിപക്ഷ നേതാവിന് ആ ഡിസിഷൻ ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം എടുത്ത ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട ആ സംഘടനയെ അദ്ദേഹത്തിന് അതേ ഡയറക്ഷനിൽ ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നത്. അതെങ്ങനെയാണ് വരുന്നത്?
കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, അയാളുടെ മുന്നിൽ ഈ ഇയാൾ ആരാണ്? രാഹുൽ മാങ്കൂട്ടമൊക്കെ ആരാ? പക്ഷെ കുഴപ്പം, ഈ എൻറ്റയർ എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ ഇപ്പൊ അവർക്ക് മേളിലാണ്. ഈ പറയുന്ന KC വേണുഗോപാലിന്റെ ഭാര്യ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അവരെന്തിനാണ് ഡിലീറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിയണ്ടേ? അവരെഴുതിയ പോസ്റ്റിന് എന്തായിരുന്നു തെറ്റ്? ഇതാരും ചർച്ച ചെയ്തിട്ടില്ല കേരളത്തിൽ. ഒരു സ്ത്രീപക്ഷ നിലപാടെടുത്ത് KC വേണുഗോപാലിന്റെ ഭാര്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോസ്റ്റ് എഴുതി. അവരെന്തിനത് തിരുത്തണം? എന്തിനവരത് വിഡ്രോ ചെയ്യണം? ആരുടെ പ്രഷറിൽ അവരത് വിഡ്രോ ചെയ്യണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് എക്സ്റ്റേണൽ പ്രഷറിലാണ് അവർ അത് കളയുന്നത്. അവരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് മാത്രമല്ല, അത് KCക്ക് ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അത് വരാൻ പറ്റില്ല. ഞാനത് വിമർശനമായിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീപക്ഷ നിലപാട് എഴുതിയിട്ട് അത് വലിച്ചോണ്ട് പോവുക, അതെന്തിനാ പോകുന്നത്? അത് ആ പോസ്റ്റിനകത്ത് എന്തായിരുന്നു കുഴപ്പം എന്ന് ഞാൻ KC വേണുഗോപാലിന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയും? ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു ആ ചോദ്യം ഒരുപക്ഷെ ഷഹനാസിലേക്ക് കൈമാറാൻ കഴിയും. ഷഹനാസ്, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീക്ക് അത് പിൻവലിക്കേണ്ടി വരികയാണ് ഷഹനാസ്. മാത്രമല്ല, ഷാഫി പറമ്പിലിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്ന് താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു നിലപാട് പരസ്യമായി എടുക്കാൻ VD സതീശൻ ഒരു ധൈര്യം കാണിച്ചുവെങ്കിൽ അതിനു മുൻപ് ഈ ഷാഫി, രാഹുൽ, VD സതീശൻ ത്രയം എന്ന് മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ താങ്കളുടെ പരാതി ഷാഫി പറമ്പിലിൽ നിന്നിരുന്നു, അതോ അതിനപ്പുറം VD സതീശനിലേക്ക് ആ പരാതി, താങ്കളുടെ അല്ലെങ്കിൽ മറ്റു പരാതികൾ? ഇപ്പോൾ VD സതീശൻ അന്ന് പറഞ്ഞത് ഞങ്ങളുടെ മുന്നിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെന്നാണ്. ആ ബോധ്യം ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാകില്ലല്ലോ, അല്ലേ? അല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഒരു എന്തെങ്കിലും ഒരു നിഗമനത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കുറേ വെട്ടുക്കിളികളായിട്ടുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വെട്ടുക്കിളികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കുകയായിരിക്കും. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തുടക്കം മുതൽ ഇതാ ഈ നിമിഷം വരെ, ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ പിന്നീട് വന്നവരാണ്, K മുരളീധരനാണെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഒക്കെ പിന്നീട് അവർ സത്യാവസ്ഥ മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഒരു പരാതി ശക്തമായി പൊതുമധ്യത്തിൽ വന്നപ്പോൾ അതിന് ഒപ്പം ശക്തമായി നിന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും എന്ന് പറയുന്നത്. അത് ഈ നിമിഷം വരെ അവർ പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ശ്രീ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് വേദികളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പങ്കിടേണ്ട വേദികൾ ഉണ്ടായിട്ട് പോലും അതിൽ പോലും പങ്കിടാതെ മാറി നിന്നത് കേരളത്തിലെ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് കളയുന്ന ഒരു ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും അല്ല ശ്രീ ബഹുമാനപ്പെട്ട VD സതീശൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. ബഹുമാനം VD സതീശന് നൽകുമ്പോഴും നടപടി ഇപ്പോൾ എടുക്കാൻ നിർബന്ധിതമായി ഈ പരാതി പൊതുസമൂഹത്തിൽ വന്നതുകൊണ്ട് മാത്രമാകണം. അപ്പോൾ അതിനു മുൻപേ പല ബോധ്യം VD സതീശൻ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിന്നപ്പോൾ, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നേരിട്ട നേതാക്കന്മാരാണ് ശ്രീ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയും ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിയും. എന്നിട്ടാണ് വിട മാറാതെ അതിനൊപ്പം സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെ നിന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ പീഡനം പരാതി നിലനിൽക്കുന്ന ശ്രീ മുകേഷും PK ശശിയും ഒക്കെ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നമ്മൾ അതേ രീതിയിൽ ഉൾക്കൊള്ളണം. കാരണം ഞാൻ ഒരു സ്ത്രീപക്ഷം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് ഏത് രാഷ്ട്രീയമാവട്ടെ, ഞാൻ പറയാറുണ്ട്, നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ കോൺഗ്രസിനകത്ത് പോലും പ്രതികരിക്കുന്ന ഒരാളാണ്. കോഴിക്കോട് DCC പ്രസിഡന്റിനെതിരെ ഞാൻ പരാതി കൊടുത്ത വേട്ടക്കാരനെ അനുകൂലിച്ചപ്പോൾ ഞാൻ പരാതി പറയുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ പാർട്ടിയിൽ എനിക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഈ പരാതി പറയുന്ന ആളിന്റെ വലിപ്പം നോക്കി ആയിരിക്കണം എന്നുള്ളത് കൂടി ഇല്ലേ? ഇല്ലെങ്കിൽ താങ്കൾ പരാതി പറഞ്ഞ ഘട്ടത്തിൽ രാഹുലിനെ മാറ്റി നിർത്തുമായിരുന്നില്ലേ ഷഹനാസ്? ഇപ്പോൾ താങ്കൾ മുൻപ് എന്ത് വലിപ്പമാണ് ഈ സ്ത്രീകൾക്ക് എന്ത് വലിപ്പമാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ പറയൂ, എന്ത് വലിപ്പമാണ്? പേര് പോലും പറയാൻ
അതല്ല ഷഹനാസ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ ഒരുപാട് നേതാക്കൾക്കെതിരെ മുൻപും താങ്കൾ അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത്. താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ കണക്കാക്കണ്ട. താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അതല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയായിട്ട് എഴുതിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല ഷഹനാസ് ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ തന്നെ മുൻപ് പറഞ്ഞു പറയട്ടെ, കോൺഗ്രസിനുള്ളിൽ മുൻപ് വന്ന പല മോശം നടപടികൾക്കെതിരെയും പല നേതാക്കൾക്കെതിരെയും താങ്കൾ പ്രതികരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ താങ്കൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പ്രതികരിക്കുന്നു. പക്ഷെ അവിടെ മാത്രം ഒന്നും ഉണ്ടായില്ല. അതെന്താണെന്നാണ് എന്റെ ചോദ്യം. അതാണ് ഞാൻ ആ വലിപ്പം എന്ന് ഉദ്ദേശിച്ചത്, നേതാക്കളുടെ വലിപ്പം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും അന്ന് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ എൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഷാഫി പറമ്പിലിനോടാണ് ഞാൻ ഇത് പരാതിയായിട്ട് ഒരു റിട്ടേൺ പരാതി എഴുതി കൊടുത്തതല്ല. ഞാൻ വാട്സപ്പിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതാണ്. അത് ഒരു പരാതിയായിട്ട് വന്ന സാധനമൊന്നുമല്ല. ഒരു സ്ത്രീ എവിടെ പരാതി കൊടുത്താലും അതിന്റെ ഗതികേട് എന്താണെന്ന് പൂർണ്ണമായി അറിയുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഇരയാണ്. ഞാനൊരു ഇരയായിട്ട് ഈ സമൂഹത്തിൽ പോകുന്ന ഒരാളാണ്. ഈ കേരളത്തിൽ എന്തെല്ലാം ഒരു ഇര ഒരു സ്ത്രീ അനുഭവിക്കും, എത്ര മോശമായി സ്ത്രീയും പുരുഷനും ഒരു പെണ്ണിനെ അപമാനിക്കുമെന്ന് വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ എന്താ പറയുക, ഒരു പരാതി കൊടുക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളൊക്കെ പരാതി കൊടുക്കാൻ മുന്നോട്ട് വരാത്തത്? ഈ സമൂഹം ഏറ്റവും മോശമായ രീതിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഇരയെ അപമാനിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ പറയട്ടെ, ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇരയെ അത്രത്തോളം അപമാനിച്ചപ്പോൾ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ പെട്ട ഒരാളായിരുന്നില്ലേ? ഒരാളല്ല, 2 or 3 ഇരകൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ പെട്ട ആളാണ്. നിങ്ങൾ ആ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഇരകളോട് കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നീതി? രാഹുൽ ഈശ്വറിനെ കൊണ്ടുവന്ന് നിരന്തരം നിങ്ങൾ ഇരയെ അപമാനിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾക്കറിയോ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച്? നിങ്ങൾക്കറിയോ കോഴിക്കോടുള്ളൊക്കെ ഓട്ടോ ഡ്രൈവർമാർ ഒരാളെ തൊട്ടാൽ ഒരാളും വിടൂല, മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരും അണിനിരക്കും. അത്രയും ഒരു അന്തസ്സെങ്കിലും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണിച്ചിട്ടുണ്ട്. പൊതുവായാണെങ്കിലും ഷഹനാസ്, ആ ചോദ്യത്തിൽ ഒരു ധാർമ്മിക വശമുണ്ട് എന്നത് കണ്ട് ഞാൻ കൈരളിയുടെ അഭിപ്രായം ആ വിഷയത്തിൽ പറയാം. ഷഹനാസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും അത്തരം ആളുകളെ പങ്കെടുപ്പിക്കൽ എന്ന പൂർണ്ണമായ നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഞങ്ങൾ മാനിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ സ്ത്രീകളെ, ഇരകളെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന ആളുകൾക്ക് സ്പേസ് കൊടുക്കില്ല എന്ന പൂർണ്ണമായ തീരുമാനം, ബോധ്യം കൈരളിക്കുണ്ടായിരുന്നു. അത് ഈ നിമിഷം വരെ ഞങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടില്ല, ഇനി മാറുകയുമില്ല. ഞാൻ വി പി പിയിലേക്ക് വരികയാണ്. വി പി ഇവിടെ ഷഹനാസ് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഷഹനാസ് പറയുന്നു പല ആളുകൾക്കുമെതിരെ പരാതി പറഞ്ഞിരുന്നു, ചിലതിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതാ വമ്പന്മാരിലേക്ക് വരുമ്പോൾ ആ നടപടികൾ ഉണ്ടാകുന്നില്ല. പകരം ഇവരൊക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമ്മളും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. VPP കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഷഹനാസ് ഈ പറഞ്ഞ നമ്മുടെ ഈ വലതുപക്ഷ മീഡിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പൊതുബോധത്തിന് വിധേയപ്പെടുന്ന കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ചില വെളിപ്പെടുത്തലുകൾ അവർ നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ഇപ്പൊ പറഞ്ഞപ്പോ ഒരു പൊതുവൽക്കരണത്തിലേക്ക് പോകുന്ന സമീപനം സ്വീകരിക്കുകയാണ്. ഇന്ന് തന്നെ വന്ന ഒരു വാർത്തയുണ്ടല്ലോ, കോഴിക്കോട് നിന്ന് അവിടെ KPCCയുടെ മെമ്പറായിട്ടുള്ള NK അബ്ദുൾ റഹ്മാനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്താ വിഷയം? അവിടെ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ഒരു സഹകരണ ബാങ്ക്, അത് കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അബ്ദുൾ റഹ്മാനാണ് അതിന്റെ പ്രസിഡന്റ്. അവിടെ ആ ഭരണസമിതിയിൽ എന്തോ ചില പ്രതിസന്ധികൾ, ഒരു പ്രശ്നം, അത് എളുപ്പം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തിന്റെ പേരിൽ KPCC മെമ്പറെ വേറെ അന്വേഷണമില്ല, ആലോചനകളില്ല, വിശദീകരണം ചോദിക്കലില്ല, നേതാക്കളുടെ കൂടിയാലോചനകൾ വേണ്ടതില്ല. വാർത്തകൾ വന്ന നിമിഷം തന്നെ KPCC മെമ്പറെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി സ്ത്രീകൾ പൊതുവേദിയിൽ ഉൾപ്പെടെ വിഷയമുന്നയിച്ച് പോലീസിന്റെ മുമ്പിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള അത്യന്തം ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ പൊതുബോധത്തിന് ഒരു തരത്തിലും മാപ്പ് നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ പ്രവർത്തനം. അങ്ങനെ ഒരാൾക്കോ കേവലം ഒരു സസ്പെൻഷൻ മാത്രം. അത് തന്നെ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ നിർബന്ധത്തിന് വഴങ്ങി ഒരു സസ്പെൻഷൻ. ആ സസ്പെൻഷനിലായാൽ പിന്നെയും കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു.
ഇപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നു, 2 FIR വന്നു. ആ പ്രതിയായിട്ടുള്ള സ്ത്രീ പീഡകൻ മുങ്ങി നടക്കുന്നു. എന്നിട്ട് അയാൾക്ക് വേറെ യാതൊരു നടപടിയുമില്ല. ഞങ്ങൾ നേരത്തെ നടപടി എടുത്തില്ലേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഡോക്ടർ KV തോമസ് ഈ പറയുന്ന ഈ അഭിനവ കോൺഗ്രസ്സുകാരെക്കാളൊക്കെ എത്രയോ വലിയ പാരമ്പര്യവും തഴക്കവും പഴക്കവുമുള്ള അഭിമന്യനായ ഒരു കോൺഗ്രസ് നേതാവ് CPM-ന്റെ ഒരു സമ്മേളനത്തിന്റെ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ എത്ര പെട്ടെന്നാണ് പുറത്താക്കി കളഞ്ഞത്. കോൺഗ്രസിനെ പുറത്താക്കി കളഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ നടപടി എടുക്കുന്ന ഒരു പാർട്ടി എന്തേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഉറച്ച നല്ല ഗംഭീരമായ ഒരു നടപടിക്ക് തുനിയാത്തത്? എന്തേ അദ്ദേഹത്തെ ഇപ്പോഴും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാത്തത്? അതുകൊണ്ട് ഈ ഒരുതരം സമീകരണത്തിന് ദൗർഭാഗ്യവശാൽ ഷഹനാസ് ശ്രമിച്ചത് ശരിയല്ല. അത്യന്തം ഭീകരമാണ്. നമുക്കിതിൽ താരതമ്യമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ മറ്റു ചില പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയും തീർച്ചയായിട്ടും ചില MLA-മാർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ എല്ലാം ചില പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കൂട്ടം സ്ത്രീകളാകെ വന്ന് ഇങ്ങനെ നമ്മുടെ ഒരു പൊതുബോധത്തിനോ ഒരു സാമൂഹിക ബോധത്തിനോ ഒരു സംസ്കാരത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അങ്ങേറ്റം സാമൂഹ്യ വിരുദ്ധന്മാർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാവിന്റെ കുപ്പായമിട്ട് നടക്കുക, മറുഭാഗത്ത് ഇങ്ങനെ ഏറ്റവും ഹീനമായ നിലയിൽ സ്ത്രീകളെ ആക്രമിക്കുക. ഇതുപോലെ ഒരു സംഭവം ഏതാ ഉണ്ടായിട്ടുള്ളത് താരതമ്യം ചെയ്യാൻ? നിങ്ങൾ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു പരാതി ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോ നേതാവിനെതിരെ ഉള്ളതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ അതിന്റെ ഒരു ഗൗരവവും അതിന്റെ ഒരു വലിയ സാഹചര്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ? ഇങ്ങനെ പരാതി വന്നതിന്റെ പേരിൽ ഇതുപോലെ മുങ്ങി നടന്ന ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും MLA ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ കോൺഗ്രസിന്റെ തന്നെ വേറെ ചില MLA-മാർ, M. വിൻസെന്റ് പരാതി വന്നു, തൊട്ടടുത്ത വീട്ടമ്മയാണ് പരാതി പറഞ്ഞ ജയിലിൽ പോയി കിടന്നില്ലേ? പിന്നെ എറണാകുളം ജില്ലയിലെ മറ്റൊരു യുവ MLA ഇവരുടെ കൂട്ടത്തിലുള്ളതല്ലേ? പിന്നെ അവരുടെയും പിന്നെ കാമുകിയുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായി ജയിലിൽ പോയി കിടന്നില്ലേ? എന്തേ ഇദ്ദേഹം മാത്രം ഇങ്ങനെ ദിവസങ്ങളായി ഒളിവിൽ പോയി കിടന്നു? അപ്പൊ ഇദ്ദേഹം ഒരു ക്രിമിനൽ മൈൻഡാണെന്നേ. അങ്ങനെയൊരു സംഭവത്തെ വേറെ കേരളത്തിൽ ഉയർന്നു വന്ന ഏതെങ്കിലും പരാതിയുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയും? അതിൽ ഷഹനാസ് പറയുന്നതിന് നമുക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നതല്ല. സജന എന്തായാലും ഇന്ന് തന്നെ പുറത്താക്കുമെന്ന് സജന ആദ്യം പറഞ്ഞു. ഇല്ലാത്ത നടപടിയുടെ മേലിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ചർച്ച ചെയ്യുക എളുപ്പമല്ലല്ലോ സജന. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ചോദിക്കാം. ഈ നിമിഷവും പാലക്കാട്ടെ MLA എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ജയിപ്പിച്ച കോൺഗ്രസിനുണ്ട് സജന. അത് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ സജന എന്തായാലും ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ മാത്രം അയാളുടെ മാത്രം ചെയ്തികളെ ഉദ്ദേശിച്ചല്ല, അത് ഒരുപക്ഷെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാകാം. അങ്ങനെ എല്ലാ പുഴുക്കുത്തുകളും ഈ പോരാട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകും എന്നൊരു വിശ്വാസമുണ്ടോ? ഞാൻ ചോദ്യത്തിലേക്ക് ഉടനെ തന്നെ തിരിച്ചെത്താം. ഇവിടെ പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നു എന്ന തരത്തിൽ. ഇവിടെ ഒരു പ്രസക്തമായൊരു മറ്റൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിനെ കോർണർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടുത്തെ കേരള പോലീസ് കോൺഗ്രസിന്റെ ലേബലിലല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഉറപ്പാക്കിയിട്ട് പോലും എന്തുകൊണ്ട് കേരള പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് ഒരിക്കലും ഒരു രീതിയിലും സംരക്ഷിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ദിനം പ്രതി നേതാക്കൾ തുറന്നു പറയുമ്പോഴും ആ പ്രതിയെ ഇന്ന് മുതൽ അദ്ദേഹം ഒരു പീഡന പ്രതിയാണ് എന്നുള്ള കാര്യം നേതാക്കൾ തുറന്നു പറയുമ്പോൾ പോലും ഇവിടുത്തെ കേരള പോലീസ് സർവ്വ സംവിധാനവുമുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു വ്യക്തിയെ പിടിക്കാനായി കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ വന്നേക്കാം അതെ പറയാം. അപ്പോ കേരളത്തിൽ അതെ മനസ്സിലാകുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള പോലീസുകാർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് ആ രക്ഷപ്പെട്ടു പോയ പ്രതിയെ പിടിക്കാൻ കേരളത്തിന്റെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ്. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളത് ആഭ്യന്തരമന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ടുന്നതുമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ,
കോൺഗ്രസ് പാർട്ടി കൈയൊഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു വ്യക്തിയുടെ പാപഭാരം പേറി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ ഷാഫി പറമ്പിലിന്റെയോ ഒന്നും കുത്തകയല്ല. കോൺഗ്രസ് പാർട്ടി എന്നുള്ളതും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും നിരവധിയായ രക്തസാക്ഷികളുടെ ഉണങ്ങാത്ത ചോര, ഇനിയും ഉണങ്ങാത്ത ചോരയുടെ ഗന്ധം പേറിക്കൊണ്ടു പോകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഒക്കെ. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ലേബലിലേക്ക് പാർട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടി കൈക്കൊണ്ടുന്ന ഒരു സ്ത്രീപക്ഷ നിലപാടുകൾ എന്താണ് എന്നും ഇതുവരെ ഇന്നലകളിൽ എന്ത് സംഭവിച്ചു, മറ്റുള്ള പാർട്ടിയിൽ ഇന്നലകളിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം പറയുകയാണ്. എൻ്റെ പാർട്ടിയിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങളുടെ പാർട്ടിയിൽ കൈക്കൊണ്ടുന്ന നിലപാട് എന്താണ്? ഇപ്പോൾ നേരത്തെ ഷഹനാസ് സൂചിപ്പിച്ചതുപോലെ തീവ്രത അളക്കാൻ പാർട്ടിയുടെ നേരത്തെ തന്നെ പറയുകയുണ്ടായി, മുകേഷ് MLAയും PK ശശിയും ഒക്കെ ഇത്തരത്തിലുള്ളൊരു തെറ്റല്ല ചെയ്തത്. തെറ്റിന്റെ തീവ്രത അളക്കുകയല്ല വേണ്ടത്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോൾ ഇന്ന് തന്നെ ലസിത നായർ പറയുകയുണ്ടായി, അത് കുറഞ്ഞ തീവ്രതയിലാണ് പീഡനം ഉണ്ടായിരിക്കുന്നത്, അതിനെ പീഡനം എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുകേഷ് MLAയുടെ കാര്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തെറ്റാര് ചെയ്തു എന്നുള്ളതാണ്, അതിലെ തീവ്രത അളക്കലല്ല ഇവിടത്തെ കാര്യം. ഈ CPMന്റെ ഭാഗത്തു നിന്നും തെറ്റ് ചെയ്തവർ ഇന്നും നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഇത് എന്ത് നിലപാടെടുത്തു എന്ന് ചോദിക്കാനുള്ള അർഹത, ഒരു ആർജവം ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കി. സജന, ക്ലിയർ ആണ്. ലാലിത, ഇവിടെ രണ്ടുപേരും സ്ത്രീകളെ മാനിക്കുന്ന പാർട്ടി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള സമീപകാല ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത ഉമാ തോമസ് എന്ന സ്ത്രീയെ കൂട്ടം ചേർന്ന് ഇതേ കോൺഗ്രസുകാർ ആക്രമിക്കുന്നതാണ്. അതാണോ കോൺഗ്രസിന്റെ വനിതാ സ്വാതന്ത്ര്യം? അതെ, നീ ഒരു സജ്ജന ഇപ്പോൾ ഒരു ആവശ്യത്തിന് പറഞ്ഞതാണ്, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ പ്രതികരണത്തിന് ശേഷം ഈ പറയുന്ന ഒറ്റ സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ പറയട്ടെ, ഒറ്റ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇന്ന് വീണ്ടും ഒരു കംപ്ലൈന്റ് കിട്ടി, അതിൽ ആക്ഷൻ വരുമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇവർ ഈ പറയുന്ന പത്തായത്തിലിരുന്നവരൊക്കെ വെളിയിലിറങ്ങിയത്. ഏതാ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഷാനിമോൾ ഉസ്മാനെ പോലുള്ള ആൾക്കാരാണ്, ഗതികെട്ട് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഈ പറയുന്നത് ഈ സൈബർ. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. രാഹുൽ ഈശ്വർ ആരെയാണേ ട്രോളുന്നേ? അയാൾ ചീത്ത വിളിക്കുന്നതിനകത്ത് VD സതീശൻ വരെ ഉണ്ട്. ആരാ ഷെയർ ചെയ്യുന്നത്? കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. പറഞ്ഞ കേക്ക്. ഷാനിമോൾ ഉസ്മാൻ നിലപാട് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഷാനിമോൾ ഉസ്മാൻ നിലപാട് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നിലപാട് പറഞ്ഞിട്ട് എന്തോ ഇത് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ ഞാൻ പറയില്ല ഞാൻ പറയില്ല. അസിത, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാം. ശരി, നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം മിണ്ടാതിരുന്ന് കേട്ടല്ലോ. ലാൽ, അത് പൂർത്തിയാക്കും. എനിക്ക് സമയവും പ്രശ്നമുണ്ട്, പറയൂ. അല്ല, അവർക്ക് സൗകര്യം ഇത് ഒരു സ്കോർ ചെയ്തിട്ട് പോകാനായിട്ട്, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മിണ്ടായിരിക്കുക എന്നുള്ളതാണ് മര്യാദ. ഞാൻ മിണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആദായം പറഞ്ഞ ആദ്യം പ്രതികരിച്ചു, ഇപ്പൊ ഏതാണ്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞ് പ്രതികരിച്ചു. സംഭവിച്ചതെന്നറിയോ? അപ്പൊ ഇവരെല്ലാം കൂടെ കപ്പക്കിട കയറി. കാര്യം അതുപോലെ സൈബർ ആക്രമണം നടന്നു. പിന്നെ ഇന്നാ ഇറങ്ങി വരുന്നതെന്നാ ഞാൻ പറഞ്ഞത്. ഇതിന് മുമ്പ് ഇതിനിടയ്ക്കുള്ള ഒരൊറ്റ പ്രസ്താവന സജനയ്ക്ക് കാണിക്കാവോ? ഞാൻ ഈ പണി നിർത്തും. സജനയ്ക്ക് ഒരൊറ്റ പ്രസ്താവന, ഇവിടുത്തെ വനിതാ നേതാക്കന്മാരുടെ ഒറ്റ പ്രസ്താവന കാണിക്കാവോ? ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായി. അന്നത്തെ ദിവസം പറഞ്ഞ ശേഷം ആരും മിണ്ടിയിട്ടില്ല. ഇന്നാവർ നിങ്ങൾ എന്ത് വിട്ടായിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇന്നാണ് പുറത്തു വരുന്നത്. ഇന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന്. ഷാനിമോൾ ഉസ്മാനെ ഇന്നാ കാണുന്നത്. അവർ ആദ്യം പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല. ആദ്യം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും കരക്കി കയറിക്കോ എന്ന് പറയത്തക്ക രീതിയിലുള്ള ട്രോള് നടന്നു കഴിഞ്ഞ് ഇന്നാ തിരിച്ചു വരുന്നേ. ഇതിനിടയ്ക്ക് ഒരു പ്രസ്താവനകൾ കാണിക്കില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഉമാ തോമസ് ഇല്ല, ഈ KC വേണുഗോപാലിന്റെ ഭാര്യയില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. കേരള പോലീസിന്റെ കാര്യം പറഞ്ഞു. കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടാന്നറിയോ? കേരളത്തിലാ. ഇത് കർണാടകത്തിലെ കപ്പക്കടയിൽ കൂടെ ഓടുന്ന ആളെ പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കർണാടകത്തിൽ ഹുസൂരിൽ നിന്ന് പോകുന്നു, ഹുസൂരിയിൽ നിന്ന് ബാംഗ്ലൂർ, നിങ്ങളെ വാർത്ത വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ. ഹുസൂരിൽ നിന്ന് മറ്റിടത്തോട്ട് പോകുന്നു, തമിഴ്നാട് ബോർഡറിലോട്ട് പോകുന്നു. അതിന് ഇൻഫ്രാസ്ട്രക്ചർ കേരള പോലീസിന്റെ ഇല്ല, ബുദ്ധിമുട്ടാണ്. പാലക്കാട്ട് നിന്ന ആളാ, അടൂരിൽ നിന്ന് രക്ഷപ്പെട്ട ആളല്ല.
പാലക്കാട് ബോർഡർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കോയമ്പത്തൂർ വഴി CCTV ക്യാമറ ഇല്ലാത്തടത്തൂടെ ഓടിപ്പോയ ആളാ. ഇങ്ങനെ എന്തിനാന്നേ ഒരു MLA ഓടുന്നു? ഇവിടെ നിന്നാ പോരെ, പോലീസ് പിടിച്ചോളത്തില്ലേ? ഇവിടെ നിന്നാ പോരെ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാ നിങ്ങളുടെ പോലീസിന്റെ എല്ലാ പ്രശ്നം നിങ്ങളുടെ MLA ജയിപ്പിച്ചോട്ട് MLA കപ്പക്കിടക്കൂടെ ഓടുക, എന്നിട്ട് പോലീസ് പിടിക്കുക. പോലീസിന് ഇച്ചിരി സ്പീഡ് കുറവ്, അത്രേ ഉള്ളൂ. പക്ഷെ പിടിച്ചോളും, രക്ഷപ്പെടാൻ പറ്റില്ല. നിർത്തി. ശരി VPP, ആ രാഷ്ട്രീയ ചോദ്യത്തിന് ലാൽ മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അതോ അതിൽ പോലീസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ശരി, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന 4 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.